എൻ്റെ 2 ഗുരുക്കന്മാർ ഒരുമിച്ച ചിത്രമായിരുന്നു കാണാമറയത്ത്. പത്മരാജൻ്റെ സ്ക്രിപ്റ്റ്, ശശിയേട്ടൻ്റെ സംവിധാനം, ഇങ്ങനെയുള്ള ചിത്രമായിരുന്നു കാണാമറയത്ത്. പിന്നെ എനിക്ക് ഏറ്റവും അധികം ഓർമ്മ വരുന്നൊരു കാര്യം, കാണാമറയത്ത് എന്ന ചിത്രത്തിലൂടെയാണ് ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി മാറുന്നത്. റഹ്മാൻ എന്ന നടന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ശബ്ദം കൊടുക്കുന്നത് കാണാമറയത്ത് എന്ന ചിത്രത്തിലൂടെയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ശ്യാം സാറിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ കുറച്ച് പാട്ടുകൾ പാടാൻ തുടങ്ങിയിരുന്നു, ശ്യാം എന്നുള്ള സംഗീത സംവിധായകന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒരു മധുരക്കിനാവിൻ എന്ന ഗാനം ഇന്ന് ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ കൂടെ വളരെ പ്രസക്തമായിട്ടുള്ള ഗാനമാണ്. അത് വളരെ പുതുമയായിരുന്ന ഗാനമാണെന്ന് എല്ലാവരും പറയാറുള്ളൊരു ഗാനമാണ് ഒരു മധുരക്കിനാവിൻ എന്ന ഗാനം. ഈ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെന്നോ എന്ന ഗാനം സത്യത്തിൽ ട്രാക്ക് പാടിയിട്ടുള്ളത് ഞാനാണ്. അപ്പോൾ അതാണ് ആ പാട്ടുമായിട്ടുള്ള എൻ്റെ ബന്ധം. ഇന്ന് പലരും അതിൽ കേട്ടിട്ടുള്ള ആ ഡ്രംസിൻ്റെയൊക്കെ പുതിയ രീതിയിലുള്ള ആ ഒരു പ്രയോഗങ്ങളൊക്കെ ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത് എൻ്റെ കാതിലാണ്. കാരണം ഞാനാണല്ലോ അന്ന് ട്രാക്ക് പാടിയത്. അപ്പോൾ പലരും സംശയം ഇപ്പോഴും പറയാറുണ്ട്, അത് ശിവമണിയാണോ വായിച്ചിട്ടുള്ളത്, ആ ഡ്രംസ് ആരാ വായിച്ചിട്ടുള്ളതെന്ന് പലർക്കും അറിയില്ല. എനിക്കറിയാം, കാരണം ഞാനാണ് പാടിയത് ആ പാട്ട്. അത് കാരണം റിക്കി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ടോണി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ശ്യാം സാറിൻ്റെ കൂടെ ഒരു വളരെ പ്രശസ്തനായ ഡ്രമ്മർ ഉണ്ടായിരുന്നു, MSVയുടെ കൂടെയൊക്കെ വായിച്ചിരുന്ന ടോണി അങ്കിളുടെ മകനായ റിക്കിയാണ് ഈ ഒരു മധുരക്കിനാവിൻ എന്നുള്ള ഗാനത്തിൽ ആ ഡ്രംസ് വായിച്ചിട്ടുള്ളത്, ഒരു പ്രത്യേക രീതിയിലുള്ള വായന വായിച്ചിട്ടുള്ളത്, റോട്ടോ ഡ്രംസിൽ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മധുരക്കിനാവിൻ എന്നുള്ള ഗാനം എനിക്ക് എപ്പോഴും മറക്കാനാവാത്ത ഗാനമാണ്. ആ സിനിമയിൽ ഞാൻ കസ്തൂരി മാൻ ഗുരുന്ന എന്നുള്ളൊരു ഗാനം സിനിമയിലില്ലെങ്കിൽ അത് ഞാൻ റെക്കോർഡിൽ ഞാൻ പാടിയിട്ടുണ്ടെങ്കിലും കൂടി ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഞാൻ ആദ്യം വന്ന ചിത്രം കാണാമറയത്താണെങ്കിൽ ഇപ്പോഴും ഒരു മധുരക്കിനാവിൻ എന്നുള്ള ഗാനം ദാസേട്ടൻ പാടിയത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഞാനാണല്ലോ ഇത് ട്രാക്ക് പാടിയത് എന്നുള്ളൊരു വളരെ അഭിമാനപൂർവ്വം ഞാൻ ഓർക്കാറുണ്ട്. പനിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരു കാവ്യസംഗീതം, കന്നിത്താരുണ്യം സ്വർണ്ണത്തെ കിണ്ണം അതിൽ വീഴും തേൻ വണ്ടു ഞാൻ നനയും തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. MT IV ശശി കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ചിത്രമാണ് ആരൂഢം. ഒരു കേരളത്തിൻ്റെ വളരെയധികം ഉൾനാടൻ ഒരു ഗ്രാമത്തിൽ നടക്കുന്നൊരു കഥ. ആ ഗ്രാമത്തിൽ നിന്നൊരാൾ ബോംബെയിൽ പോയി മടങ്ങി വീണ്ടും തൻ്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലേക്ക് മുമ്പ് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പല കഥാപാത്രങ്ങളും കടന്നു വന്ന് ഉണ്ടാകുന്ന ചില സംഘർഷങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ഒരു പിന്നെ. അപ്പം അതിൽ ഗാനങ്ങൾ ചെയ്തത് ശ്യാം സാറും കാവാലവും കൂടിയായിരുന്നു. അതിൽ പ്രധാന ഗാനങ്ങൾക്കപ്പുറം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പല സീനുകളുടെയും പല സീനുകൾക്കിടയിലും ബാക്ക്ഡ്രോപ്പിൽ നിന്ന് കേൾക്കുന്ന വിധം നാടൻ പാട്ടുകൾ വളരെയധികം യൂസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹം ഉപയോഗിച്ചൊരു രീതിയായിരുന്നു. അതിലെ കാത്തിരിപ്പു എന്ന് പറയുന്നൊരു ഗാനം വളരെയധികം പോപ്പുലറായിരുന്നു. സീമയും അതിൽ ഒരു ചെറിയ കുട്ടിയും കൂടെ ആയിരുന്നു ആ രംഗത്ത് അഭിനയിച്ചിരുന്നത്. ആയിരത്തി 1983 ജാനകിയമ്മയ്ക്ക് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ഒരു പാട്ടാണിത്. എഴുതിയിരിക്കുന്നത് കാവാലം നാരായണ പണിക്കർ സാർ, സംഗീതം ശ്യാം സാർ. ഇവരധികം പാട്ടുകൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ പാട്ട് ഇപ്പോൾ ശ്യാം സാറിൻ്റെ സാധാരണ പാട്ടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. ഓർക്കസ്ട്രേഷനൊക്കെ ഡിഫറെൻ്റ് ആണ്. അത് ട്യൂൺ എഴുതിയല്ല, ലിറിക്സ് എഴുതി കഴിഞ്ഞിട്ട് ട്യൂൺ ചെയ്തതാണ്, അല്ലാണ്ട് ട്യൂണിൽ എഴുതിയ പാട്ടല്ല. ആദ്യം എഴുതി കഴിഞ്ഞു, പിന്നെ ഇത് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ പാട്ട് വന്നത്. കാത്തിരിപ്പ് നല്ല, അത് പ്രത്യേകിച്ച് ആ സിറ്റുവേഷനിൽ ഭയങ്കര നല്ല ആ കുട്ടിയായിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലോ, അങ്ങനെ ഇതായിട്ടുള്ളതാണത്.